നമസ്കാരം. ഗാസ മുനമ്പിലെ ജനങ്ങളുടെ ജീവിതം ഇത്രയും ഭയാനകവും ഭീകരവുമാക്കിയതിന് പിന്നിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന മാത്രമാണ് ഉത്തരവാദികളെന്ന് പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ അറിയാം. ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന യാഹ്യ സിൻവർ, ഇയാളെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാര്യം അത്രയും ക്രൂരമായ രീതിയിലാണ് ഇയാൾ ആളുകളെ കൊല്ലുമായിരുന്നത്, അതല്ലെങ്കിൽ അവരെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ച് കൊല്ലുമായിരുന്നതൊക്കെ തന്നെ. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും ആളുകളെ ഏറ്റവും ക്രൂരമായി തന്നെ കൊല്ലണം എന്ന് നിർദ്ദേശം കൊടുത്തതും ഇയാളായിരുന്നു. ഏതായാലും വളരെ കാലം ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ കഴിഞ്ഞിരുന്നുവെങ്കിലും ഒടുവിൽ ഇയാളെ ഇസ്രായേൽ സൈന്യം പിടികൂടി വധിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ് ദൃശ്യങ്ങളിൽ. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു മിസൈലിന് നേർക്ക് കയ്യിരിക്കുന്ന വടിയെടുത്ത് എറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യാഹ്യ സിൻവർ എന്ന ഭീരുവിനെ. ഏതായാലും ഇസ്രായേൽ സൈന്യം ഇയാളെ വകവരുത്തിയോടുകൂടി തന്നെ ഹമാസ് നേതൃനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പലരെയും അവർക്ക് വധിക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും രക്ഷപ്പെട്ട് നടന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, യാഹ്യ സിൻവറിൻ്റെ ഇളയ സഹോദരനായ മുഹമ്മദ് സിൻവർ. ഇയാൾ ചില്ലറക്കാരനല്ല. ഇയാളെ അറിയപ്പെട്ടിരുന്നത് ഖാൻ യൂനിസിലെ കശാപ്പുകാരൻ എന്നാണ്. ഗാസയിൽ തന്നെയുള്ള ഖാൻ യൂനിസിലാണ് ഇയാളുടെ പ്രവർത്തന കേന്ദ്രം. അവിടെ ആളുകളെ അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഇയാളുടെ ഇഷ്ടവിനോദങ്ങളിലൊന്നായിരുന്നു. മാത്രമല്ല, ഇയാൾ ഒരു ലൈംഗിക ഭ്രാന്തൻ കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളെയും സ്ത്രീകളെയൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു രതിവൈകൃതക്കാരൻ കൂടിയായിരുന്നു ഈ മുഹമ്മദ് സിൻവർ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പലപ്പോഴായി ഇസ്രായേൽ സൈന്യം ഇയാളെ തേടി നടക്കുകയായിരുന്നു. യാഹ്യ സിൻവറിൻ്റെ കഥ കഴിഞ്ഞതോടുകൂടി ഇയാൾ അനൗദ്യോഗികമായി തന്നെ ഹമാസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇയാൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഹമാസിൻ്റെ ഓരോ തട്ടിലുമുള്ള നേതാക്കന്മാർ കൊല്ലപ്പെടുമ്പോൾ ആ പദവി ഏറ്റെടുക്കുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഏറ്റവും ഒടുവിൽ സഹോദരനായ യാഹ്യ സിൻവർ കൊല്ലപ്പെട്ടപ്പോൾ അവിടെയും ഇയാൾ കയറി സ്ഥാനം പിടിച്ചു. പക്ഷേ ഹമാസിൻ്റെ തലവൻ എന്നുള്ള നിലയിലല്ല, പിന്നീട് മുഴുവൻ അധികാരവും ഇയാളുടെ കയ്യിലേക്ക് വരികയായിരുന്നു. അങ്ങനെ ഭൂമിക്കടിയിൽ നിർമ്മിച്ച ടണലിലിരുന്നു കൊണ്ട് ഇയാളും സംഘവും നടത്തുന്ന ക്രൂരകൃത്യങ്ങൾക്ക് ഒടുവിൽ അന്ത്യമായിരിക്കുന്നു. ഗാസയിലെ തന്നെ യൂറോപ്യൻ ഹോസ്പിറ്റൽ എന്ന ആശുപത്രി കേന്ദ്രമാക്കി അതിനുള്ളിൽ തീർത്ത ഭൂമിക്കടിയിലുള്ള ബങ്കറുകൾക്കുള്ളിലിരുന്നു കൊണ്ടാണ് ഇയാളും അനുയായികളും ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. അതിന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ആശുപത്രിയിലെ നിലവറകളിലുള്ള ഈ തുരങ്കങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. ഏതായാലും ഈ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യം ഇനിയും പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇയാൾ മരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു അത്ഭുതമായി തന്നെ അവശേഷിക്കും. കാരണം ഇത്രയും ശക്തി കൂടിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ ഭാഗം മുഴുവൻ കത്തിച്ചാമ്പലായി പോകുന്നതാണ് പതിവ്. മാത്രമല്ല, ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂമിയിൽ പലയിടത്തും വലിയ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടതായി കാണുന്നുണ്ട്. ഏതായാലും ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണ് ഹമാസ്. ഇടയ്ക്ക് വെടിനിർത്തലിൻ്റെ ഒരു ഇടവേള വന്ന സമയത്ത് ഇവർ വീണ്ടും സജീവമാവുകയും ആശുപത്രികളിലും സ്കൂളുകളിലുമൊക്കെ തന്നെ തങ്ങളുടെ സൈനിക പരിശീലന കേന്ദ്രങ്ങളും ഒളിത്താവളങ്ങളും ഒക്കെ നിർമ്മിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. ഇത് കൃത്യമായി വിവരം ലഭിച്ചിട്ടുള്ള ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വീണ്ടും അവിടെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേരിലും ഇപ്പോൾ ഇരവാദവുമായി ഇവരെ അനുകൂലിക്കുന്നവർ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആക്രമിച്ച ആളുകളെ കൊല്ലുകയാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ രോഗികളോ അതല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളോ ഒന്നും തന്നെ ഇല്ല. അവിടെ എല്ലാം കൈയടക്കി ആശുപത്രിയുടെയും സ്കൂളിൻ്റെയൊക്കെ ബോർഡിൻ്റെ കീഴിൽ സുരക്ഷിതരായിരുന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഹമാസിനെ നേടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ വീണ്ടും നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഖത്തറും സൗദി അറേബ്യയൊക്കെ തന്നെ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റിയാദിലുള്ളപ്പോൾ തന്നെയാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞത് എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. തീർച്ചയായും അവർ അനുമതിയുടെ അനുമതി വാങ്ങിച്ചിട്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം നടത്തിയത്. ഈ മുഹമ്മദ് സിൻവർ എന്ന മനുഷ്യത്വം തൊട്ടുകണ്ടിട്ടില്ലാത്ത ഈ കാബാലിയനെ കൊന്നു തള്ളുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ എക്കാലത്തെ സ്വപ്നമായിരുന്നു. അത് ഒരുപക്ഷെ അവരത് പൂർത്തീകരിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ എപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഹമാസിൻ്റെ അടിവേരറുക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹമാസിൻ്റെ ഏറ്റവും ക്രൂരന്മാരായ ഈ നേതാക്കന്മാരെ എല്ലാം ഓരോരുത്തരെ കൊന്നുകൊള്ളുന്നത്. ഈ മുഹമ്മദ് സിൻവറും ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ കൊലപാതകങ്ങളും ബലാത്സംഗമൊക്കെ നടത്തിയ സംഭവത്തിലെ പ്രധാനപ്പെട്ട ആസൂത്രകന്മാരൊരാളായിരുന്നു. ഇയാൾ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകൻ്റെ വേഷം കെട്ടി
ഗാസയിൽ സജീവമായ പ്രവർത്തനം നടത്തിയ ഒരു ഹമാസ് നേതാവിനെ കൂടി ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇയാൾ ആക്രമണം നടന്ന സമയത്ത് ഇസ്രായേലിലെത്തി അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും തീവ്രവാദ നേതാക്കൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഏതായാലും ഗാസയിലെ ഹമാസിൻ്റെ അപ്രമാദിത്വം അവസാനിക്കുകയാണ്. ഇടയ്ക്ക് വെടിനിർത്തലിൻ്റെ ഇടവേളയിൽ ശക്തി ആർജിച്ച ഈ തീവ്രവാദ സംഘടനയെ വീണ്ടും പത്തിക്കടിച്ച് തന്നെ താഴെ വീഴ്ത്താൻ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യാഹ്യ സിൻവറിൻ്റെ അനിയനായ ഈ മുഹമ്മദ് സിൻവറിന് നേർക്ക് നടന്ന ആക്രമണം.